1780കളിലാണ് സോഷ്യോളജി എന്ന പദം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെട്ടത്. സോഷ്യോളജി എന്ന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയത് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പുതിയ ഒരു പോസിറ്റീവ് ചിന്താധാര വളർന്നു വരുന്നതിനെ തുടർന്ന് ലോകമെമ്പാടും ഒരു കറക്റ്റീവ് മെക്കാനിസം, മനുഷ്യ മനസ്സുകളിൽ മതിയായ ഒരു മാറ്റത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു പുതിയ പഠന മേഖല പതുക്കെ ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു. വിവിധങ്ങളായിട്ടുള്ള ചിന്താശേഷികളുടെ ഉപയോഗക്രമങ്ങളിലൂടെ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഒരു ലോകത്ത് ശിക്ഷ വിധിക്കപ്പെട്ട തടവറകളിൽ കഴിയുന്ന കുറ്റവാളികളെ പുനരധിവസിപ്പിക്കുകയും അവർ വീണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകാതെ അവരെ സംരക്ഷിക്കുകയും വേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വമായി ലോക ഭരണകൂടങ്ങൾ കാണാൻ തുടങ്ങി. അത്തരത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രൊബേഷൻ ഓഫീസർ അതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകൾ അവതരിപ്പിക്കപ്പെട്ടു. ഈ തൊഴിൽ മേഖലകളിലേക്ക് ചെന്നെത്തുന്നതിന് വിപുലമായ പഠന സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളെ സമഞ്ജസപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ തൊഴിൽ മേഖലകളെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന, അവൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസുകളെ കോർത്തിണക്കിക്കൊണ്ട് തൊഴിൽ സജ്ജരാകുന്നതിന് ഒരു കുട്ടിയെ തയ്യാറെടുപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പരിശീലകരെ ആവശ്യമായി വന്നപ്പോൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വന്നു. വാർഷികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10 മുതൽ 15% വരെ വാർഷിക വളർച്ചാ നിരക്ക് കാണാൻ കഴിയുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് ഈ മേഖലയിലെ ഗവേഷണ മേഖല. എന്നാൽ 12% വരെ വാർഷിക വളർച്ചാ നിരക്ക് കാണുന്ന ഒരു തൊഴിൽ മേഖലയായിട്ടുള്ള സോഷ്യോളജി, അതിൻ്റെ ഗവേഷണ മേഖല കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് 15% വരെ വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയുന്ന മേഖല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള UN സെക്രട്ടേറിയറ്റും യുണിസെഫും യുനെസ്കോയും IMFും ILOയും അടക്കമുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ മാനുഷിക വികസനവുമായി ബന്ധപ്പെട്ട, സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പങ്കാളികളാകുന്നതിന് ധാരാളം സോഷ്യോളജിസ്റ്റുമാരുടെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ ഉണ്ട്. അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കുറ്റാരോപിതരായിട്ടുള്ള, ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ, രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, അർബനൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇൻകം ഡിസ്പാരിറ്റീസ് മാക്സിമം കുറച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ തുല്യമായി രാജ്യത്തിൻ്റെ വരുമാനത്തെ വിതരണം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഭിന്നശേഷി സൗഹൃദമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഒക്കെ പ്രവർത്തിക്കാൻ സജ്ജരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട് ഈ തൊഴിൽ മേഖലകളിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സാമൂഹ്യ സേവന തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന ഈ മേഖലയിൽ കോർപ്പറേറ്റുകൾക്കും വലിയ താല്പര്യമുണ്ട്. കാരണം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ HR, ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം ഭംഗിയായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവരുടെ ഹാപ്പിനെസ് അവിടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു ഘടകമാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് വളരെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അവരുടെ മാനസിക നിലയെ പ്രോപ്പറായിട്ട് നിലനിർത്തിക്കൊണ്ട് മികച്ച രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റിയിലൂടെ മികച്ച ഒരു പ്രോഫിറ്റബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് സ്ഥാപനത്തിൻ്റെ ഗുണഭോക്താക്കളെ, സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ജീവനക്കാരെ ഒക്കെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിനും ഒരു സോഷ്യോളജിസ്റ്റിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ സോഷ്യോളജിക്കൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന ഒരു സെക്ടർ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ധാരാളം സാധ്യതകൾ നമുക്ക് മുമ്പിലുള്ള, വളരെ താല്പര്യമുള്ള, ഒരു സോഷ്യലി വളരെ ആക്റ്റീവായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് തിളങ്ങാൻ കഴിയുന്നൊരു മേഖലയാണ്. നിരന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാത്രം ഇടപഴകേണ്ടി വരുന്ന ചില തൊഴിൽ മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജയിൽ പോലെയുള്ള മേഖലകളിൽ കുറ്റാരോപിതരായി ശിക്ഷയനുഭവിച്ച് പുറത്തേക്ക് വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ട ചില ജനവിഭാഗങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുന്ന സമയത്തൊക്കെ
ഇവരുടെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനം അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. പലപ്പോഴും നമുക്കറിയാം, വേശ്യാവൃത്തിയൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ രാത്രികാലങ്ങളിൽ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് സജ്ജരായിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ക്ഷേമം, വളരെ ചെറിയ കുട്ടികൾ പഠന മേഖലയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അവരുടെ ദാരിദ്ര്യമായിരിക്കാം ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ കാഴ്ചപ്പാടുകളായിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ഇതിനെയൊക്കെ അതിജീവിക്കാനും ഇതിനെയൊക്കെ വളരെ തുറന്ന മനസ്സോടെ സമീപിക്കാനും കഴിവുള്ള ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതകളിലൊന്ന്, സ്കില്ലുകളിലൊന്ന്. അതേപോലെ തന്നെ തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, പലപ്പോഴും ഇവരോട് മാനസികമായി ഐക്യപ്പെടുകയും അവർക്കുണ്ടാകുന്ന, ഇപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാൾ, അയാളുമായിട്ട് മാനസികമായി വലിയൊരു അടുപ്പം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും അത് ഏതെങ്കിലും തരത്തിൽ കൈവിട്ടു പോകുന്ന സമയത്ത് സ്വയം മാനസികമായിട്ട് അത് വല്ലാതെ തളർന്നു പോകുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവും നമുക്കുണ്ടാവണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിനെയും പാകപ്പെടുത്താൻ കഴിയാതെ നമ്മളും ഒരു പരാജയമായിട്ട് തീരുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും വളരെ വലിയ വിപുലമായ റിസൾട്ട് ഉണ്ടാക്കാനും കഴിയുന്നൊരു മേഖലയാണ് സോഷ്യോളജി. ഈ സോഷ്യോളജിയുടെ ആപ്ലിക്കേഷൻസ് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹിക ഗവേഷണ രംഗത്തുണ്ട്. അതുപോലെ തന്നെ അർബൻ ആൻഡ് റൂറൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുണ്ട്. പലതരത്തിലുള്ള സോഷ്യലി ജനങ്ങളെ ഉന്നതിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള റിഹാബിലിറ്റേഷൻ, പുനരധിവാസ പ്രവർത്തനങ്ങളിലുണ്ട്. സർക്കാരിൻ്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ മാറുന്നു. നമ്മളതിന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഈ ഒരു കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മനഃശാസ്ത്രത്തിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ളൊരു മാറ്റം, അവരുടെ സാമൂഹികമായ ഇടപെടലുകളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുക. സമൂഹം ജനങ്ങളുമായി എങ്ങനെയാണ് ഇടപെടേണ്ടത്, അല്ലെങ്കിൽ സാമൂഹികമായ മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിതക്രമത്തിൽ അവരുടെ പെരുമാറ്റ പ്രക്രിയകളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക, അതിലാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റുമാരുടെ ഇടപെടലുകൾ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. വളരെയധികം ഗവേഷണ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരും ഒക്കെയായിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന, കരിയർ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വളരെ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഡിവിഷണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം ലഭിക്കുന്നത് ഇക്കൂട്ടർക്കാണ്. പ്രൊബേഷണറി ഓഫീസർ പോലുള്ള പോസ്റ്റുകളിലേക്ക് നിയമനം കിട്ടുന്നത് ഇക്കൂട്ടർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ആസ്പെക്റ്റുകളെ എടുക്കുമ്പോൾ അവിടെയും സാധ്യതകൾ സാമൂഹികമായ ഒരു സോഷ്യൽ ഫിനാൻസിങ് എന്ന മേഖലകളിൽ അതിനെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, വിവിധങ്ങളായിട്ടുള്ള പാൻഡമിക്കുകളും അതേപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസും വരുമ്പോൾ അവിടെയൊക്കെ ഇടപെടാൻ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന രംഗത്ത് മനുഷ്യൻ്റെ മാനസികവും അവൻ്റെ ഭൗതികവുമായ സാമൂഹികവുമായ വെൽഫെയർ എന്ന മേഖലയിൽ പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഗോത്രവർഗ ജനവിഭാഗത്തിൻ്റെ സാമൂഹികമായ ഉന്നമനത്തിനൊക്കെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള പഠന തൊഴിൽ മേഖലയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. അവിടെ ആവശ്യമുള്ള സ്കിൽഫുള്ളായിട്ടുള്ള തൽപരരായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ കാൻഡിഡേറ്റ്സിനെ നമുക്ക് ചെന്നെത്തിക്കാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് +2 പഠിച്ചിട്ടുള്ള ഏതൊരു കുട്ടിക്കും ഈ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ബിരുദ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളുണ്ട്. ബിരുദാനന്തര ബിരുദ പഠനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ സോഷ്യോളജിയിൽ MA എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റിലും ഉള്ള ഭൗതികവും സാമൂഹികവുമായിട്ടുള്ള സാഹചര്യങ്ങളെ വിപുലമായ രീതിയിൽ മാറ്റിമറിക്കാൻ തൽപരരായിട്ടുള്ള കുട്ടികൾക്ക് ഒരു മികച്ച തൊഴിൽ സാധ്യത ഓഫർ ചെയ്യുന്നൊരു മേഖലയാണ്. ഇന്ത്യയിലും വിദേശത്തും UN ഏജൻസികളിലും വിവിധങ്ങളായിട്ടുള്ള NGOകളിലും ഒക്കെ
ഒട്ടനവധി അവസരങ്ങൾ ഒരുക്കുന്ന ഒരു മേഖല തന്നെയാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൻ്റെ കൂടെ സോഷ്യോളജി പഠിക്കാനുണ്ട്. അത് പഠിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു കരിയർ കൗൺസിലറാകാം. അതേപോലെ തന്നെ ഈ പറയുന്ന സർക്കാർ മേഖലയിലുള്ള തൊഴിൽ മേഖലകൾക്കൊപ്പം തന്നെ സ്വകാര്യ മേഖലകളിൽ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിൽ, NGOകളിൽ ഒക്കെ തൊഴിൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും ആ തൊഴിൽ സാധ്യതകളിലൂടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനും കഴിയും. അതിനേക്കാളുപരി ഒരു വ്യക്തിജീവിതത്തിൽ തന്നെ ഒരു മനുഷ്യന് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന, വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് സോഷ്യോളജി എന്ന വിഷയം നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്നത്. സോഷ്യോളജി സമ്മാനിക്കുന്ന സാമൂഹികമായ, സാമ്പത്തികമായ, അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ മാനസികമായ ഒരു വളർച്ചയുടെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെയും ഒക്കെ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് സോഷ്യോളജി.